ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ കേരള ബോക്സ് ഓഫീസിന് ആദ്യത്തെ 100 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ കാണിച്ചു തന്ന ലാലേട്ടൻ സിനിമയാണല്ലോ തുടരും. ഈ ഒരു വീഡിയോയിലൂടെ സൗത്ത് ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിൽ പിറന്ന സിനിമകളിൽ ആദ്യത്തെ 100 കോടി വിവിധ സംസ്ഥാനങ്ങൾക്ക് നേടിക്കൊടുത്ത സിനിമകളെ കുറിച്ചാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഒരു സംസ്ഥാനത്ത് ആദ്യത്തെ 100 കോടി കളക്ഷൻ പിറക്കുന്നത് അത് 2010-ലാണ്. രജനികാന്ത് നായകനായെത്തിയ അന്നത്തെ ബ്രഹ്മാണ്ഡ ശങ്കർ സിനിമയായ എന്തിരൻ എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയിലൂടെയാണ് തമിഴ് സിനിമ ഇൻഡസ്ട്രി അന്ന് 100 കോടി കളക്ഷൻ ആദ്യമായിട്ട് കാണുന്നത്. ഇനി കർണാടകയിലേക്ക് വരികയാണെങ്കിൽ അവിടെ KGF ചാപ്റ്റർ 1 എന്ന സിനിമയിലൂടെയാണ് കന്നഡ സിനിമ ഇൻഡസ്ട്രിയും കർണാടക സംസ്ഥാനവും ആദ്യമായിട്ട് 100 കോടി കളക്ഷൻ കാണുന്നത്. ഇനി തെലുഗു സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ആദ്യത്തെ 100 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ കടന്ന സിനിമ അത് ബാഹുബലി 1 എന്ന സിനിമയാണ്. 2015-ലായിരുന്നു രാജമൗലിയുടെ പ്രഭാസ് നായകനെത്തിയ സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ആദ്യം 100 കോടി കളക്ഷൻ വിവിധ സംസ്ഥാനങ്ങൾക്ക് കാണിച്ചു തന്ന സിനിമകൾ ഇതൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുകയാണ്. 2025-ലാണ് മലയാള സിനിമ ഇൻഡസ്ട്രി കേരള ബോക്സ് ഓഫീസിൽ ആദ്യമായിട്ട് 100 കോടി കളക്ഷൻ കാണുന്നത്. മറ്റ് ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് വൈകിയാണ് എങ്കിൽ പോലും 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിന് ഇത് വലിയ നേട്ടമാണ് എന്ന് നിസ്സംശയം പറയാം. മാത്രമല്ല പല ലാലേട്ടൻ വിമർശകർ ഒരു സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ലാലേട്ടന് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വേണം 100 കോടി കളക്ഷൻ നേടിയെടുക്കാനെന്ന്. എന്നാൽ ഇപ്പോഴത്തെ ലോ ബഡ്ജറ്റ് സിനിമ ഫാമിലി പടം അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ആദ്യ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയിലൂടെ ഒപ്പം പ്രൊമോഷൻസ് ഇല്ലാത്ത സിനിമയിലൂടെയാണ് ലാലേട്ടൻ 100 അല്ല 200 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ലാലേട്ടൻ സിനിമകളുടെ നേട്ടങ്ങളുടെ അപ്ഡേറ്റുകൾക്ക്.